ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര ട്രെയിലർ റിലീസായിട്ടുണ്ട്. നമ്മുടെ ഈ ചാനലിൽ വീഡിയോ കാണിക്കുന്നില്ല, അതുകൊണ്ട് കണ്ടിട്ട് എങ്ങനെ എനിക്ക് തോന്നി അതാണ് ഞാൻ പറയുന്നത്. ഡയറക്ടർ, റൈറ്റർ ഡൊമിനിക് അരുണും ഇതിനകത്ത് നല്ലൊരു ടീമിനെയാണ് ഇവർ ചെയ്തേക്കുന്നത്. ഈ ഒരു സിനിമ ചെയ്തേക്കുന്നത് നല്ലൊരു ടീമാണ്. മ്യൂസിക് ജെയിംസ് ബിജോയ്, നിമിഷ് രവിയുടെ സിനിമാറ്റോഗ്രാഫി, ചമൻ ചാക്കോയുടെ എഡിറ്റിങ്, നല്ലൊരു വർക്കാണ് കിട്ടിയേക്കുന്നത്. ഈ ട്രെയിലർ അത് അറിയാനുണ്ട്. ട്രെയിലർ കണ്ടിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ ഒരു PK അമീർ ഖാൻ ചെയ്തൊരു സിനിമ ഉണ്ടല്ലോ, അതേപോലെ ഈ കല്യാണിയുടെ ഒരു PK മോഡൽ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ഏലിയൻ്റെ കൂട്ടൊക്കെയാണ് എനിക്ക് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ രണ്ട് ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ട് കല്യാണിയുടെ. അപ്പം എനിക്ക് പേഴ്സണലി ഈ ലേഡീസിൻ്റെയൊക്കെ ഫൈറ്റ് സീനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം ഇതിനകത്ത് മലയാളത്തിൽ അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നവരാരുമില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു മാർഷൽ ആർട്ടൊക്കെ അറിഞ്ഞ് ചെയ്യുന്ന ഇപ്പം വിസ്മയ മോഹൻലാൽ ഇപ്പോൾ ഒരു പടം തുടരും അല്ല, ആ ഒരു പടം ഇപ്പം വരുന്നുണ്ട് മാർഷൽ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് മലയാളത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ആക്ഷൻ സീനൊക്കെ ചെയ്യുന്ന ആക്ട്രസ്മാർ കുറവാണ്. ഇപ്പോൾ തമിഴിലൊക്കെ ആണെങ്കിൽ ഉണ്ട്. ഇപ്പോൾ സമന്ത ചേച്ചിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫൈറ്റും ആക്ഷൻ സീനൊക്കെ ഏത് ലെവലിൽ കൊണ്ടുപോകുന്നറിയാം. അല്ല ഒരു ഇപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ പറയുവാണെങ്കിൽ അത് മഞ്ജു വാര്യരോ നയൻതാരയോ പിന്നെ ഉർവശി ഇങ്ങനെയുള്ളവരൊന്നും അല്ല. അവരുടെ ഫെയിം കണ്ടിട്ട് തിയേറ്ററിൽ കാണാൻ പോകുന്നതാണ് യഥാർത്ഥ സൂപ്പർ സ്റ്റാർ, ലേഡി സൂപ്പർ സ്റ്റാർ. ഇപ്പോൾ എൻ്റെ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ സമന്തയാണ്. അപ്പോൾ സമന്ത ചേച്ചി ചെയ്യുന്നതിൻ്റെ അതേപോലെ ഒരു ആക്ഷൻ സീന് അപ്പോൾ അറിയാലോ, ഇതൊരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്കില്ലാണ്. അത് എല്ലാ ആക്ട്രസ്മാർക്കും അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ആക്ഷൻ സീന് സമന്ത ചേച്ചിയുടെ എനിക്ക് ഇഷ്ടമാണ്. മലയാളത്തിൽ അങ്ങനെ ചെയ്യുന്നവർ കുറവാണ്. ഇപ്പം കല്യാണി പ്രിയദർശൻ്റെ കാര്യം ഞാൻ പറയാം. പിന്നെ ഇതിന് മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു, രാം ഗോപാൽ വർമ്മ ഡയറക്ഷൻ ചെയ്ത ഒരു പടം ഉണ്ടായിരുന്നു. അതിനകത്ത് പൂജ ബലേക്കർ, ബോളിവുഡ് ആക്ട്രസ്സാണ്. അപ്പം കൂടുതൽ പടത്തിലൊന്നും വന്നിട്ടില്ല. അവർക്ക് നല്ല വഴക്കമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ആക്ഷൻ സീനുകളൊക്കെ ചെയ്യാൻ. അപ്പോൾ അതിനുശേഷം മലയാളത്തിൽ ഇതുപോലെ ആക്ഷൻ സീൻ ചെയ്യാൻ ഇപ്പോൾ വിസ്മയ മോഹൻലാൽ നമ്മൾ കണ്ടിട്ടില്ല, കാണുമ്പോൾ അറിയാം ഏതൊരു മാർഷൽ ആർട്ടൊക്കെ പഠിക്കുന്നുള്ള ഒരു ആക്ട്രസ്സാണ്. അപ്പോൾ അതിനുശേഷം കല്യാണി ഇപ്പം ഇതിനകത്ത് 2-3 ആക്ഷൻ സീനൊക്കെ കാണിക്കുന്നുണ്ട്. അത് സിനിമ ഞാൻ കണ്ടിട്ടില്ല, കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷേ അപ്പം ഫുള്ള് സിനിമ ഇറങ്ങിയാലേ അറിയാൻ പറ്റത്തില്ല. ഇതൊരു സ്കില്ല. എവിടെയെങ്കിലുമൊക്കെ ആക്ഷൻ ഒപ്പിച്ച് വെക്കുന്നതും ചെയ്യുന്നതും വേറെയാണ്. ഇപ്പം അത് നമുക്ക് ആക്ഷൻ സീൻ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും. കല്യാണിയുടെ ഇതിന് മുമ്പ് പിന്നെ ആക്ടിങ് ഒക്കെ കല്യാണിയുടെ ബോറാണ്. പിന്നെ ചന്തു സലീംകുമാറിനെ കാണിക്കുന്നുണ്ട്, നെസ്ലൈനൊക്കെ കാണിക്കുന്നുണ്ട്. നെസ്ലൈനൊക്കെ നെസ്ലൈനെ മാറ്റിയിട്ട് വേറെ ഒരു ആക്ടറിനെ അവിടെ കയറ്റാമെന്ന് തോന്നി. നെപ്പോ കിഡ്സിനെ മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ടോട്ടലി ട്രെയിലർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല, കൊള്ളാം. നല്ലൊരു ട്രെയിലർ കട്ടിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ എഡിറ്റിംഗ് എല്ലാം നല്ലൊരു ടീമിൻ്റെ വർക്കാണ് ഈ ഒരു ലോക ചാപ്റ്റർ 1 ചന്ദ്രയ്ക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ 28-ാം തീയതി പടം ഇറങ്ങുന്നുണ്ട്. ഞാൻ കാണാൻ പോയിട്ട് ഞാൻ റിവ്യൂ ഇതിനകത്ത് ഇടാം. അപ്പം അതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കിടു ട്രെയിലറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം ഹൈപ്പുണ്ട്. ഇത് ആരാ പ്രൊഡക്ഷൻ ചെയ്തേക്കുന്നത്? ദുൽഖർ സൽമാനാണ് പ്രൊഡക്ഷൻ ചെയ്തേക്കുന്നത്. അപ്പം ഇപ്പോൾ ഒരു സ്ഥിരം പരിപാടിയാണല്ലോ ഇപ്പം മലയാളത്തിലോട്ട് പാൻ ഇന്ത്യ എന്നും പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ ഷൂട്ട് ചെയ്തിട്ട് പല പല ഭാഷയിൽ കാണിക്കുന്ന ഇപ്പോഴത്തെ ഒരു ശൈലിയായിട്ട് മാറിയിട്ടുണ്ടല്ലോ. അത് ഇതിനകത്തും കാണിച്ച് വെച്ചിട്ടുണ്ട്. പാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതല്ല, നമുക്ക് ഊഹിക്കാതുള്ളതേ ഉള്ളല്ലോ. അപ്പം നമുക്ക് അറിയാം ദുൽഖറിൻ്റെ പരിപാടിയാണ് അതൊക്കെ. അപ്പോൾ നമുക്കറിയാം 28-ാം തീയതി റിവ്യൂ ആയിട്ട് വരും. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്. ബൈ.